ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ ഈസിയും കഴിക്കാൻ ഏറെ ടേസ്റ്റിയുമായ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. 1 കിലോ ചിക്കനിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 എഗ്ഗ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഹാഫ് അവർ മിനിമം നമുക്കിതൊന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. കുറച്ച് ടൈം കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ഒരു 1/4 വേവിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടെ തിരിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മസാല ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 ഉണ്ട വെള്ളുള്ളി, 1 മീഡിയം കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും അരിഞ്ഞെടുത്തത് 2 ടേബിൾ സ്പൂൺ ഓയിലിൽ ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കണം. അധികം നിറമൊന്നും മാറിപ്പോവരുത്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്ത് പിന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണ് ചില്ലി ഗാർലിക് സോസ്, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഇതും ചേർത്ത് കൊടുക്കണം. 1 മീഡിയം സവാള ചതുര കഷ്ണങ്ങളാക്കി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അടർത്തിയെടുക്കണം. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്, 6 പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ സോസെല്ലാം മിക്സ് ചെയ്ത ചിക്കനിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. കാരണം സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. 1/2 കപ്പ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി അതും ഇതിലേക്ക് ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യണം. എന്നിട്ട് 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ചു വെക്കണം. എന്നിട്ട് അതിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ ഈ ചിക്കന് നല്ല സ്മെല്ലൊക്കെ കിട്ടും.